ഒരു ഷോട്ടിനെ കുറിച്ച് പറയോ? ആ ഒരു കുട്ടിയെ അവിടെ ഇരുത്തിയിട്ടുള്ള അതെ. അത് ആക്ച്വലി അവിടെ ഒരു 1500 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഫോർട്ടായിരുന്നു അത്. അത് നമുക്ക് ഒരിക്കലും പെർമിഷൻ കിട്ടില്ല. അത് രാജുവിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, പോയി പെർമിഷൻ ചോദിച്ച് പുള്ളിയുടെ ഒരു പവറിലാണ് അത് കിട്ടിയത്. അത്രയും പഴക്കമുള്ള ഇന്ന് വരെ ആരും അതിനകത്ത് ക്യാമറ വെച്ചിട്ടില്ല, മൂവി ക്യാമറ. അത് വെക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി ആ ഫോർട്ടിനകത്ത്. നമുക്ക് ആ ഫോർട്ടിനകത്ത് കടക്കുമ്പോഴേ നമുക്കറിയാം സംതിങ് ഇൻസൈഡ്. ഒരു ഓറ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തിരിക്കും. അതിനകത്താണ് നമ്മൾ ഈ 20-25 ഡേയ്സ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ബേബി പിന്നെ ബാക്കി എല്ലാ ആൾക്കാരും ഫുൾ ആൻഡ് ഫുൾ ബ്ലാക്ക്. അത് പറയാൻ പറ്റില്ല, അത്രയും അനുഭവമായിരുന്നു അതിനകത്ത്. ഭയങ്കര കാറ്റുള്ള സമയമായിരുന്നു. ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു സൂചി കുത്തുന്ന ഒരു ഫീലാണ് ശരീരത്തിൽ. അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, മോർണിംഗ് ടു ഈവനിങ്. ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാൽ അവിടെ അന്ന് ഡേ കൂടുതലാണ്. അപ്പോൾ നൈറ്റ് 9 o'clock ആയാലും ഇവിടെ 5 o'clock പോലെ. അപ്പോൾ ഷൂട്ടിംഗ് ടൈം നമുക്ക് നല്ലോണം കിട്ടി ഷൂട്ട് ചെയ്യാൻ. നമ്മളൊക്കെ ഫെഡപ്പ് ആവും, പക്ഷേ ടൈം മാറുന്ന സമയത്ത് ബട്ട് സ്റ്റിൽ നമ്മൾ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് 25 ദിവസമാണ്. അല്ല, ആ സീൻ ഷൂട്ട് ചെയ്യാൻ അറൌണ്ട് 9 days ക്ലൈമാക്സ് മാത്രം. അതിൽ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള സാങ്കേതിക വിദ്യ ബ്രിഡ്ജിന്റെ അവിടെയുള്ള ഷോട്ടൊക്കെ ഉണ്ടല്ലോ, നരേനും പൃഥ്വിരാജും കൂടി ഷോട്ടും. പിന്നെ അത് സ്കോട്ടിലെ അത് ഞങ്ങൾ ലൊക്കേഷൻ ഹണ്ട് പോയപ്പോൾ ട്രാവൽ ചെയ്ത് പോയതാണ്. ആക്ച്വലി അവിടെ ഇറങ്ങിയായിരുന്നില്ല ഞാൻ. ട്രാവൽ ചെയ്ത് പോയപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഒരു പ്ലേസ് ആയിരുന്നു അത്. ആക്ച്വലി ഇതിൻ്റെ വേറൊരു ഭാഗത്താണ് ഷൂട്ട്. ഞാൻ പറഞ്ഞു ഈ സീൻ എടുക്കാൻ ഈ ഒരു പ്ലേസ് ബെറ്റർ ആണ്. ഞാൻ ബ്രേക്ക് ടൈമിൽ ഞാൻ പോയിട്ട് അത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് തിരിച്ച് ഡയറക്ടർ കൊണ്ട് കാണിച്ചു. ഫൈൻ, അങ്ങനെയാണ് ആ പ്ലേസ് തിരഞ്ഞെടുക്കുന്നത്. അതിലൊരു വൈറ്റ് ഷോട്ട് ഉണ്ട്, അത് നോക്കിയാൽ അറിയാം. മുകളിലൂടെ ഒരു ഓവർ ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഇവിടെ വലിയൊരു ലേക്കാണ്, അതിലൊരു ഇലക്ട്രിക് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു ഡീപ്പ് സീ ആണ്. ആ സീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ മോളും ജ്യോതി ആയിരുന്നു എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനൊരു എംപ്റ്റി ഫ്രെയിം വേണം. ഈവൻ അപ്പം നമുക്കൊരു അവിടെ ഒരു ട്രീ ആണ്, അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു വീടുകളുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആണ് നമുക്ക്. അപ്പോൾ ഇൻഫിനിറ്റി പോലെ ഒരു ലേക്ക്, ആ ലേക്കിൽ ലെയേഴ്സ് പാടില്ല. സീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ലെയേഴ്സ് ഉണ്ടാവും, അത് പാടില്ല. സ്റ്റില്ലായിരിക്കണം, പക്ഷേ ഇൻഫിനിറ്റി ആയിരിക്കണം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ് ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡ് കോർണർ അപ്പ് സൈഡിൽ ഈ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ പാറ്റേൺ പോലും ഇങ്ങനെ ഗ്രില്ല് പോലെ. സം ഡിസ്റ്റർബൻസ് ഇസ് ദർ. ഇവിടെ ഒരു വൈഡ് ഇൻഫിനിറ്റി ഉണ്ട്. അതിന് 2 ക്യാരക്ടറും 2 സൈഡ് പ്ലേസ് ചെയ്തു. അവിടെ ആ ഡയലോഗ് പറയുമ്പോഴാണ് കാണുന്ന ഇപ്പൊ നിങ്ങൾ ചോദിച്ചു വരുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല, ഓരോ ഫ്രെയിമുകളും ആദം ജോൺ എന്ന സിനിമയുടെ ഓരോ കിത്ത് ആൻഡ് കിൻ എനിക്ക് ബൈ ഹാർട്ടാണ്. അത് ഇങ്ങനെ വേണമെന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഒരു ഫ്രെയിമുകൾ എടുത്തത്.